നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. കാരണം ഇത് പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം കോൺഗ്രസിൽ മാരത്തൺ ചർച്ചകൾ ഇപ്പോഴും ഡൽഹിയിൽ AICC ആസ്ഥാനത്ത്, അതായത് ഇന്ദിരാഭവനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്ന പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ്. അങ്ങനെ വിവാദങ്ങളേറെ നിലനിൽക്കുന്ന, തർക്കങ്ങളേറെ നിലനിൽക്കുന്ന മണ്ഡലങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ആദ്യഘട്ട ചർച്ചയെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. അതിനുശേഷം വീണ്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അവിടെ ഉന്നതതല യോഗം ചേരുകയും അതിനുശേഷം വീണ്ടും രണ്ടാമത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയുമാണ് ചെയ്തിട്ടുള്ളത്. സുധാകരൻ മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട് എങ്കിൽ തന്നെയും അതിലൊരു പ്രഖ്യാപനം ഇപ്പോഴുമില്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം വാർത്താ സമ്മേളനങ്ങൾ മാറ്റിവെച്ച് ഇത്തരത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രതികരണങ്ങളൊന്നുമില്ലാതെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് സുധാകരൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അതിലെന്തായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് എന്നത് ഉൾപ്പെടെ അറിയണമെങ്കിൽ ഇന്ന് നടക്കുന്ന CEC യോഗങ്ങൾ, രണ്ടാമത്തെ CEC യോഗവും അവസാനിക്കേണ്ടതുണ്ട്. പട്ടിക അർദ്ധരാത്രിയോടുകൂടിയും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നാളെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുകയാണ്. അവരവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ മറ്റ് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാനും എല്ലാം തന്നെയായി മടങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിടുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. 40ഓളം മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ ഇനി ബാക്കിയുള്ളത്. അതിൽ 3ഇടത്ത് വിമതരെ, CPM വിട്ടുവന്ന വിമതരെ പിന്തുണയ്ക്കാനാണ് യോഗം ചേരുകയാണ്. പക്ഷേ പട്ടിക എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല.